ആ, ഞങ്ങള് വൈകിയാലും ഇങ്ങ് എത്തും. ഇനി ആരും ഇല്ലെന്നും കരുതി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കണ്ട, കേട്ടല്ലോ? അതെ. എടി കാന്താരി, മിണ്ടാതെ പോയിട്ട് വാ. വാ, ഇറങ്ങാം. ഈ സമയത്ത് തന്നെ ഇയാളെ കൂടെ വിട്ടിട്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മോളു. ഓൾ ദി ബെസ്റ്റ്. ടീച്ചർ വിളിച്ചു പറഞ്ഞു അച്ഛനും മോളും പോവാന്ന്. സൺഡേ അല്ലേ, വെറുതെ ക്ലാസ് മുടക്കണ്ടെന്ന് കരുതി. എന്നാ നോക്കാം ടീച്ചറെ. സാറ് അകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ ഇന്ന്. ശരി ജവാനെ. മോളെ പോയിട്ട് വാട്ടോ. ഇട്ടോ. ബൈ. 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 മാഷേ, സമയം ഉച്ചയായില്ലേ? ഉച്ചയോ? മണി 10 ആയുള്ളൂ. എന്താ? അല്ല, ആ ഗിരി മോള് എങ്ങാണ്ട് പോയെന്നല്ലേ പറഞ്ഞേ? പാട്ടുമാഷ്ക്ക് അവിടെ എന്താ ഇത്ര പണി? എന്റെ മേഴ്സി, അതാ ജയശ്രീ ടീച്ചർ വീടാ. ദൈവത്തെ ഓർത്ത് നിന്റെ തിമിരം പിടിച്ച് കണ്ണു വെച്ച് നോക്കല്ലേ. ഓ, ഭാഗവതർക്ക് എന്താ ഒരു വെപ്രാളം? ജേക്ക് എന്താ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? ക്ലാസ് കഴിയും വരെ ആരും ക്യാമറ ഓഫ് ചെയ്യരുത്, കേട്ടല്ലോ? ആരാ മുന്നിൽ നിൽക്കുന്നേ? രക്ഷിതാക്കൾ ആരും തന്നെ ക്ലാസ്സിൽ കയറരുത്, പ്ലീസ്. ഗരുഡമ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽക്കാട്ടിൽ തീയുമില്ല, മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. അപ്പോ ഇന്ന് പഠിപ്പിച്ചതിന്റെ ടെസ്റ്റ് പേപ്പർ നാളെ ഉണ്ടാവും. എല്ലാരും ഫുൾ മാർക്ക് മേടിക്കണം, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ആ മോളെ, നാളെ പോരാമോ? ഒന്നും പറഞ്ഞില്ല അമ്മ. ആ, നീ ഭക്ഷണം കഴിച്ചോ? ആ, ഫ്രൈഡ് റൈസ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്തോ? ഓ, ഒരു ദിവസം ബ്രഷ് ചെയ്തില്ലാന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഓ, അച്ഛൻ എന്തേ? അച്ഛൻ പുറത്ത് റൂം എടുക്കാൻ പോയിരിക്ക. ഓക്കെ, എന്നാ ഞാൻ അച്ഛനെ വിളിച്ചോളാം. പിന്നെ ദിയ, ഉറങ്ങുമ്പോഴേ അടുത്തിടക്കുന്ന കുട്ടികളുടെ ദേഹത്ത് കൈയും കാലൊന്നും എടുത്തിടല്ലേ. അമ്മ, ഞാൻ കൊച്ചുകുട്ടിയല്ല. ഓ, ഒരു വലിയ കുട്ടി. ശരി എന്നാ മോളെ, ഗുഡ് നൈറ്റ്. അമ്മയ്ക്ക് കുറച്ച് പണി കൂടെ ഉണ്ട്. ഗുഡ് നൈറ്റ് അമ്മക്കുട്ടി. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ജോലിയൊക്കെ കഴിഞ്ഞോ? ഉറങ്ങാറായോ? രാജി മിസ്സേ, വീക്ക് സ്റ്റുഡൻസിന്റെ ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. നാളെ അവർക്ക് ടെസ്റ്റ് പേപ്പറാ. ക്രിസ്മസ് ഡോക്യുമെന്ററിയുടെ വർക്കും തീർന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കിടപ്പേ ഒരു കണക്കാ. ഇനി കുളിക്കണം, കഴിക്കണം. എന്നാ ഓക്കെ മിസ്സേ, ഗുഡ് നൈറ്റ് ട്ടോ. പാട്ട് സാറിന് ഉച്ച വരെ അവിടെ എന്തായിരുന്നു പരിപാടി? ആ, അവളെന്നോട് പറയുമെന്ന് നോക്കട്ടെ.
ഹോ, ഞാൻ വീട്ടിലുണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കണമായിരിക്കും ഈ മൈത്രി. ഹലോ. ആ ജവാനെ, എസ് ഐ സലമോന. എടോ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്താ സാറേ? ബാംഗ്ലൂർ നാഷണൽ ബാങ്കിലെ സെക്യൂരിറ്റിക്കാരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സർവീസന്മാരെ. നല്ല സ്കെയിലാണ് നാട്ടിനേക്കാളും. എന്താ നോക്കുന്നോ? ഹലോ 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 കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ ജവാനെ. ഹലോ ഹലോ ഹലോ. ഹലോ. അത് ശരി. അപ്പൊ രണ്ടാളും കൂടി എന്നെ നാട് കടത്താനാണല്ലേ? ആ ജയശ്രീ, ക്രിസ്മസ് പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് എല്ലാം ഇന്ന് തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കണേ. പിന്നെ ആവശ്യമുള്ള ഫോട്ടോസും സോങ്സും ഡൗൺലോഡ് ചെയ്യണം. പറ്റിയ രാത്രി തന്നെ ഫയൽ അയക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓഹോ, ഇവളുടെ ഓൺലൈൻ ഭ്രാന്ത് ഇന്ന് ഞാൻ നിർത്തും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയാണ് ലോകമെങ്ങും ക്രിസ്മസായി കൊണ്ടാടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ രക്ഷകനായി ജെറുസലേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു അവതരിച്ചു. ദൈവപുത്രന്റെ ആഗമനം തിരിച്ചറിഞ്ഞ ദൈവം കിഴക്ക് നിന്നും 3 ജ്ഞാനികളെ യഹൂദിയായിലേക്ക് ഹലോ പച്ചപ്പൊട്ടും കുത്തി അങ്ങനെ ഓൺലൈനിൽ ഇരുന്നോട്ടോ. പാതിരാത്രിക്ക് നീ ആരോടെ സഞ്ചരിക്കണേ? ഗിരിയേട്ട, ക്രിസ്മസ് പ്രോഗ്രാമിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യായിരുന്നു. ഇനിയും കുറെ പണിയുണ്ടെന്നേ. അവളുടെ ഒരു ക്രിസ്മസ്. ഞാനങ്ങ് വരട്ടെ. അയാൾ എന്തിനാണ് ഉച്ചവരോടാന്ന്? ആര്? ആ പാട്ട് സാറ്. സാറ് 10 മണിക്ക് പോയല്ലോ. കള്ളി, നാവിടുത്തെ നീ ഇപ്പൊ നോണേ പറയുള്ളൂ. ഉച്ചയ്ക്ക് അവൻ പോയത് ഞാൻ അറിഞ്ഞല്ലോ. എന്റെ ഗിരിയേട്ട, മാഷ് 10 മണിക്ക് പോയി. ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഒരുത്തൻ പാട്ടുണ്ടാക്കാൻ വന്നേക്കണം. ഒരുത്തിന് തന്നെ ബാംഗ്ലൂരിലേക്ക് വിടണം. ചേട്ടകള്, ഇപ്പൊ നീ ഓഫ്ലൈനിൽ പോയിക്കോളാം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഓൺലൈൻ ഭ്രാന്തി.